സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് എല്ലാ സ്ഥലത്തും നിർത്തി പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. അമ്മ ഒരു കോറ കണ്ടോ, നമുക്ക് മാനിനെ സ്പോട്ട് ചെയ്തു. മാൻ നമ്മളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. റോഡ് കാണാൻ പറ്റാത്ത രീതിക്കുള്ള റോഡാണ്. എല്ലാവരുടെ വണ്ടി ഇറക്കുമെന്ന് എത്ര പേർ കാണാൻ പറ്റാത്ത കണ്ടോ. ഇപ്പോഴാണ് വണ്ടി പോലും വിസിബിൾ. അത് കണ്ടോ, ഈ വഴി ഇറങ്ങി അതിൽ ഇറങ്ങി വന്ന വഴി അതൊന്ന് രണ്ടാമത്തെ വഴി സ്പോട്ട് ചെയ്തു ഇറങ്ങി വന്നത്. ഇതൊരു പ്രയോജനമൊക്കെ ഒരു എഫക്റ്റ് വരാം. ഗവി പോവാണ്. ഗവി നല്ല ബെസ്റ്റ് ക്ലൈമറ്റ് ആണ്. ഇപ്പം കറക്റ്റ് മഴ, മൺസൂൺ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ചെറുതായിട്ട് ചഞ്ചനാവുന്ന മഴയുണ്ട്. അത്യാവശ്യം നല്ലൊരു മഴ കിട്ടുന്നുണ്ട്. ഇന്ന് രാവിലെ നല്ല മഴയാണ്. ഇപ്പം ചെറിയൊരു ശമനം. പത്തനംതിട്ട പോകുന്ന റൂട്ടാണത്, കുന്നിക്കോട് പത്തനംതിട്ട റൂട്ട്. ഇനി എന്തെങ്കിലും ഇനി കാപ്പി കഴിക്കണം, കാരണം അങ്ങോട്ട് പിന്നെ കടയൊന്നുമില്ലെന്ന് പറയുന്നത് കേട്ടു. സോ കാപ്പി കിട്ടുന്ന സ്ഥലം ഇറങ്ങി നോക്കിയിട്ട് അതിറങ്ങിൽ ചവിട്ടി നിർത്തി കുടിച്ചിട്ട് വേണം ഇനി പോവാൻ. നമുക്ക് നല്ല മഴ നല്ലോണം പെയ്യുന്നുണ്ട്. സോ നമ്മളോടുള്ളത് സിദ്ധാർത്ഥ ഭായിയാണ്. സിദ്ധാർത്ഥ ഭായി ക്യാമറ ഒന്ന് തിരിച്ചൊന്ന് പിടിയായിരിക്കും. അങ്ങനല്ല, ഒരു സൈഡിൽ നിന്ന് അങ്ങ് പിടിച്ചാൽ മതി, കുഴപ്പമില്ല. കിട്ടും സാധനം കിട്ടും. സോ നമ്മൾ സിദ്ധാർത്ഥ ഭായിയാണ് നമ്മളോടുള്ളത്. പുള്ളിക്കാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി നമ്മളിത് പുറത്തുന്നത് അതെങ്ങനെയാണെന്ന് കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഇടയ്ക്ക് വഴുതുകളെ പറയുന്നതായിരിക്കും. ആദ്യമേ പോയിട്ടിട്ട അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കത്തില്ല. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്നും എൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗവി പോകാൻ പറ്റുന്ന രീതിക്കുള്ള പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് തരാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. ഇനി നമുക്ക് ബാക്കി കാണാം. ദിവസം അങ്ങനെ നോക്കുന്നു. നമ്മളിപ്പോ പത്തനംതിട്ട കഴിഞ്ഞു റാന്നി പോകുന്ന റൂട്ട്. നല്ല കാലൊക്കെ ഗ്രാജുവലി കുറക്കുക, എന്നാലേ മൈലേജ് എത്തണം. അതൊക്കെ നോക്കി വേണം കയ്യിൽ നിന്നകത്ത് ഇറങ്ങുന്ന കേട്ടോ. അതുകൊണ്ട് റോഡാട്ടോ, രക്ഷയില്ല. റോഡൊക്കെ കേരളത്തിൽ മാറി വരുന്നുണ്ട്. സിമ്പിൾ എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ബ്രദർ കസിൻ ഉണ്ട്, ഗിരി എന്ന് പറഞ്ഞു. നമുക്ക് സ്പെഷ്യൽ ബ്ലോഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസും കിട്ടി. 200-300 വ്യൂസ്. അത് എനിക്ക് വലിയ കാര്യമാണ്, അതും തന്നെ പറയുന്നത്. ആ റൂട്ടിനെ പറഞ്ഞത് ഇതേപോലെ ആ റൂട്ടിലെ കാര്യം ഞാൻ പറഞ്ഞത് ഇതേപോലെ റോഡ് ഭയങ്കര മോശമാണ്, പഞ്ചായത്ത് റോഡാണ്, അതൊക്കെ എന്ന് നന്നാക്കും. പക്ഷേ അവർ മറ്റേ ജർമ്മൻ ടെക്നോളജി ഉള്ള രീതിക്ക് അടിയൊക്കെ ഇളക്കി ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ശബരിമല പോകുന്ന റൂട്ട്. ഇത് തന്നെ, ഈ റൂട്ട് തന്നെ, ഈ ബസ് പോയേക്കുന്ന റൂട്ട് കണ്ടില്ലേ? അവര് അതിനകത്ത് എഴുതിയേക്കുന്നുണ്ടല്ലേ, പത്തനംതിട്ട ആങ്ങവഴി ചിറ്റാറ് സീതത്തോട് മണിയാർ വഴി ശബരിമല വഴി പോകുന്ന റൂട്ടിൽ പോയിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളെ തിരിയും. അല്ല, നമ്മൾ അവിടെ ചെന്ന് റൈറ്റിലോട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ വെച്ചാൽ നാം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലല്ലോ. ഇതാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ്. അങ്ങനെ ആ റൂട്ടിലാണ് ഇതുപോലെ പണി ഇറങ്ങുന്നുണ്ട് റോഡിന്റെ. അതെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ജർമ്മൻ ടെക്നോളജി ഒക്കെ ഇതുപോലെ ഗണേഷ് കുമാർ ഒക്കെ പണ്ട് ആ സാറൊക്കെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതേപോലെ ഒരു റോഡ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീഡിയോ ക്ലിപ്പിനെ ആഡ് ചെയ്യാം. അതേപോലത്തെ സെയിം പരിപാടിയിലൊക്കെയാണ് അവർ ചെയ്യുന്നത്. നമ്മളത്തെ നാഷണൽ ഹൈവേ പോലും ആ രീതിയിലല്ല ചെയ്യുന്നത്. സോ നാഷണൽ അല്ല, മലയോര ഹൈവേ പോലും ആ രീതിയിലല്ല ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ചെയ്യുന്ന രീതിക്കുള്ള ആ രീതിക്കാണ് ഇപ്പോഴും അവരുടെ പരിപാടിയൊക്കെ നടക്കുന്നത്. ഇപ്പൊ അത് കഴിയാറായെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് ആ റോഡ് പോയില്ല. വേറൊരു രീതിയിൽ കണക്ട് ചെയ്താൽ വരുന്നത്. പക്ഷെ പെട്ടെന്ന് റോഡ് പണി കഴിയും. അതുമല്ല അവർക്ക് നല്ല ഊറ്റിറങ്ങുന്നത്. ചിലപ്പോൾ ഊറ്റിറങ്ങുന്നതൊക്കെ റോഡ് പൊളിയുള്ള സാധ്യതയൊക്കെ ചിലപ്പോൾ ഈ വഴിയുണ്ട്, ഈ ഒരു രീതി കൊണ്ട് ചിലപ്പം റെക്ടിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. മേ ബി അത് നല്ലൊരു രീതി ആയിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അത് ഇനി വരുന്ന ബ്ലോഗിലൊക്കെ പറയുന്നതായിരിക്കും അതിനെ പറ്റിയുള്ള രീതി കാര്യങ്ങൾ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. നമ്മളെങ്കിൽ പോകുന്ന വഴിയാണ്. പാട്ടൊക്കെ നിൽക്കില്ലേ? അതൊരു കുഴപ്പമുണ്ട്. അത് അതിനകത്ത് പ്ലേ ചെയ്യാൻ ശബരിമല 59 കിലോമീറ്റർ മാരുതി പട്ടേശ്വരം.
പെട്രോൾ അടിക്കാനായിട്ട് നിർത്തി. ഡീസൽ പെട്രോൾ അല്ലല്ലോ. പിന്നെ BS4 ആയതിൻ്റെ അതിൻ്റെ കാശ് നോക്കണ്ട, നമുക്ക് വലിയൊരു കാര്യം. നമുക്ക് വടശ്ശേരിക്കര എത്തി പമ്പിൽ പഠിക്കുന്നു. സംതിങ് അറൗണ്ട് 1500 എന്തോ വെച്ച് ആ തലേന്ന് പറ്റി ഇഷ്ടപ്പെടാൻ തോന്നുന്നു. 1500 അടിച്ചിട്ടുണ്ട്. നമ്മളെ ഒരു പാലിൻ്റെ മേളിലേക്കാണ് ജസ്റ്റ് കണ്ടപ്പോൾ, ഏതോ ഒരു പാലിനെ ഉണ്ടല്ലേ, പേര് ഞാൻ മറന്നുപോയി. ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തേക്കാം. അപ്പോൾ കണ്ട സ്ഥിതി ജസ്റ്റ് നിർത്തിയാണ്. നമ്മളിനി ഈ റൂട്ട വരത്തില്ല, ഇത് കറങ്ങിയാണ് വരുന്നത്, അതുകൊണ്ട് അങ്ങ് നിർത്തിയതാണ്. ഒരു ഫോട്ടോ എടുത്തിട്ട് വരുന്ന സ്കൂട്ടാണ്. ഓക്കെ, ഇപ്പം വേറൊരു റൂട്ടായിരുന്നു പോകേണ്ടത്. ഇപ്പം പറഞ്ഞ പ്രകാരം വേറൊരു റൂട്ട് പിടിച്ച് ഇപ്പം എരുമേലി കണക്ട് ചെയ്യുന്ന റൂട്ടിന് പിന്നെന്തോ റൈറ്റ് ചെയ്ത് പോകുന്ന വഴിയിൽ പോവാണ്. ഫോട്ടോ എടുത്തു. ഞാനിവിടെ ഇങ്ങനെ എടുത്തുതരാം. സോ നമ്മൾ ഇവിടുത്തെ കാഴ്ചയെല്ലാം കണ്ടിനി. പമ്പ നദി എന്നില്ലേ, ഇതങ്ങ് ആദ്യം പറഞ്ഞ പോരായിരുന്നു. നീ ഇവരുടെ സ്കൂട്ടാവുകയാണ്. അയ്യപ്പ, ഇത് നമ്മുടെ ഫോർഡ് ടൈറ്റാനിയം അല്ലയോ? ഫോർഡ് ടൈറ്റാനിയമാണ്. കൊടു സാധനമാണ്. ഇത് ഇവരുടെ കീലെസ് എൻട്രി അല്ലല്ലോ. ഞാൻ സ്ഥിരം മറ്റേ അതിനകത്ത് ചെയ്യുന്ന പോലെ ഇവരുടെ തറക്കൊണ്ട് പോവുക. ഉറപ്പിത്തിരിക്കാൻ ശബ്ദം കേൾപ്പിക്കുക. നമ്മളിങ്ങനെ ശബരിമല നല്ല കാറുള്ള ഭാഗത്തൊക്കെ എത്തി. നല്ല വ്യൂ, നല്ല രസമാണ് കാണാൻ. ചെറിയൊരു മഴയും ചെറിയ തണുപ്പും. ഇതിനകത്ത് AC ഇടയാണ്. ഒരു എന്നാലും സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു നല്ലൊരു കാലാവസ്ഥയും രസമുണ്ട് കേട്ടോ. എന്തായാലും പറയണമെങ്കിൽ പറഞ്ഞു. നമ്മളിവരുടെ ശബരിമല പോകുന്ന ഒരു സമയത്ത് ഇവരുടെ ചായ കുടിക്കാൻ നിർത്തിയായിരുന്നു. ഈ വഴിയിൽ ശബരിമല പോകുന്നു. ചേച്ചിക്ക് ഇങ്ങനെ നോക്കുന്നു. ഈ വഴിയിൽ ശബരിമല പോകുന്നു. ചായ കുടിക്കാൻ നിർത്തിയാൽ ഓർമ്മ. നല്ല ഒരു ഫോട്ടോ എൻ്റെ ഒരു KSRTC വരുന്നത്, അതുകൊണ്ടൊക്കെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാണിക്കാൻ ഇരുന്നില്ല. പോണോ സത്യം പറഞ്ഞ ഈ റൂട്ട് എന്തിനാന്ന് വെച്ചാ വേറെ റൂട്ട് കറങ്ങിപ്പോയിരുന്നു. ലാഹേൽ വക്കച്ചനെ അറിയായിരിക്കുമല്ലോ മിക്കവർക്കും. അറിയത്തില്ല ഇതാ സംഭവം. ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ദ പവർഫുൾ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ദ സ്റ്റേറ്റ് ക്യാബിനറ്റ്. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് ഈ ഒക്കടയിൽ ഇങ്ങനെ ചേടി നടക്കുന്ന 1.5 സ്റ്റാറിന്റെ പിസ്റ്റലല്ല, ഗണ്ണ്. നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. അയാളുടെ അതൊരു സ്ഥലവും റെക്കോർഡ് ചെയ്തിട്ട് അതെടുത്ത് ഇതാന്ന് പറഞ്ഞാണ് ഈ വഴി വന്നത്. പക്ഷെ ഇവരെങ്ങും വന്നിട്ട് ലാഹിർ ഒരു ബോർഡ് പോലും കാണും. ഇതിപ്പം ശബരിമല റൂട്ടാണ്. കിട്ടി. നോക്കേണ്ടിരുന്നു. ലാഹേൽ വക്കച്ചന്റെ ആ സ്ഥലമായിട്ടുള്ള ലാഹേൽ ഇതിനകത്ത് കണ്ടെത്തി. അതിന്റെ സന്തോഷത്തിലാണ് അവൻ. ഇപ്പൊ അങ്ങ് അടങ്ങി കേട്ടോ, ഒരു പൊടിക്ക് അങ്ങ് അടങ്ങി. നമ്മളെ ഫോർട്ടിക്കറ്റ് നിർത്തിയേക്കാണ്. അപ്പം എന്തായാലും ഒന്ന് പോവാം. ഓക്കെ വെച്ചോ. ഓക്കെ, ലാഹേൽ വക്കച്ചന്റെ എസ്റ്റേറ്റ്. അതെ, ആ എസ്റ്റേറ്റ് പിന്നെ കഥാപാത്രമാണ്. അതെ, കിട്ടിയ ആ ഒരു ഇതിലും കിട്ടിയ പണ്ടത്തെ സിനിമയുടെ ഒന്നും ആ ഒരിതിപ്പം ഒരു സിനിമയ്ക്കും ഇല്ല. സത്യം. ഫോർ എക്സാമ്പിൾ ഇപ്പം നരിവേട്ട അങ്ങനെ ഏതെങ്കിലുമൊക്കെ സിനിമ പറയുമ്പോഴത്തേക്ക് അല്ല ഒരു കാര്യമുണ്ട്. ആൾക്കാർ മനസ്സിലായി ഇപ്പോഴത്തെ പടങ്ങൾ ഭയങ്കര റിയലിസ്റ്റിക് പടങ്ങളാണ്. നടക്കുന്ന കാര്യങ്ങളാണ് ഒട്ടുമിക്കാൻ. അതെ സാധ്യതയുള്ള രീതിയിൽ. അതെ, പക്ഷെ പണ്ടത്തെ പടത്തൊക്കെ ഭയങ്കര നടക്കാത്ത കാര്യങ്ങളാണ്. അതായത് ഒരിപ്പം പെട്ടെന്ന് സിംപിളി പറയാന്ന് ഒരു പോലീസുകാരൻ വന്നു, മേൽദ്യോസനെ അടിച്ചു. പക്ഷെ മേൽദ്യോസന്റെ കൂടെ നിൽക്കാതെ ആ താഴെ നിന്ന് പോലീസുകാരുടെ നിൽക്കുന്ന പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും അങ്ങനെയുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ അതാണ് ആൾക്കാർക്ക് വേണ്ടതും. ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ നിൽക്കുന്നുണ്ടോ? സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പണ്ട സിനിമ. പക്ഷെ എനിക്കിപ്പോഴും ഇഷ്ടം പണ്ടത്തെ പഴയ നരിവേട്ട അല്ലെങ്കിൽ ആ രീതിയിലുള്ള ലയണ് അങ്ങനെയുള്ള സിനിമയ്ക്കാണ് ഇഷ്ടം. അതാണ് അവന് ഇഷ്ടം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയായിരുന്നു. സോ നമുക്ക് വിഷയത്തിൽ നമ്മളിപ്പോൾ ഗവിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഗോറ്റ് ഗവി. ഓ നോക്കണം. നേരത്തെ വളവിനാണെങ്കിൽ ഇതേപോലത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഒന്ന് വെട്ടിയത് അറിയത്തില്ല. അവിടെ വാർണിംഗ് സൈനോ അധികം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒന്ന് പേരിച്ച് പോയതാ. അല്ല വേറെ കാര്യമൊന്നും ഇല്ല. നല്ലൊന്ന് പേരിച്ച് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ട് സാമിഷം. പോട്ടെ. അയ്യോ
അവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം. അതൊരു വെള്ളച്ചാട്ടം കിട്ടിയതാ. സ്ഥലം ഇവിടെ ഞാൻ ഇങ്ങനെ ശബരിമല ഞാൻ ഓടിച്ചങ്ങനെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് പ്രത്യേക ഒരു രസം ഒന്ന് കാണാൻ. എന്താ പറയുന്നില്ല, ആ ഒരു മഴയൊക്കെ അതെ സത്യം. ആരുമില്ല. വളരെ റയറായിട്ട് എന്തെങ്കിലും ബൈക്കായിരിക്കും സ്ഥിരം ജോലിക്ക് പോകുന്ന ആൾക്കാര്, അങ്ങനെ ആൾക്കാരൊക്കെ ഉള്ളു. അതേക്കാൾ ഞാൻ സിമ്പിൾ കണ്ട വേളിന്ന് പാറ വീഴാൻ ചാൻസ് ഉണ്ട്. ചമ്മതി ആയിട്ടിരിക്കുക ഇവിടെ. പാറയുണ്ട്. ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നല്ല വ്യൂ കേട്ടോ, ഭയങ്കര അപാര വ്യൂ. നേരത്തെ വന്നപ്പോ ഒന്നും കണ്ടിട്ടില്ല. ഞാനും കൂടെ കഴിഞ്ഞ വർഷം മേടിച്ച എസ്റ്റേറ്റ് ആണ്. ആണ് ആരുടെ കൈ എസ്റ്റേറ്റ്. ഈ നേരത്തെ റബ്ബർ വല്ലതും ആയിരുന്നായിരിക്കും, താഴെയൊക്കെ റബ്ബറാണ്. ചിലപ്പോൾ അതായിരിക്കും നമ്മൾ നേരത്തെ ശ്രദ്ധിക്കാഞ്ഞത്. ഞാൻ 2 വർഷമായി ശബരിമലയിൽ. സോ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാകും. ചിലപ്പം നല്ല വ്യത്യാസം വന്നു കാണും. ഇപ്പോൾ എന്തി നല്ല വിഷയം കേട്ടോ. ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇല്ല അത് അങ്ങ് അവിടെ വരെ പോകും നമ്മുടെ എസ്റ്റേറ്റ്. ആ കാണുന്ന ആ നടുക്ക് കാണുന്നതാണ് ബിൽഡിംഗ് നമ്മൾ താമസിക്കുന്നത്. ഉണ്ടല്ലോ ആൾക്കാർക്ക് എപ്പോഴും വരാം, എല്ലാം ഫ്രീ ആണ്. വിളിച്ചറിയിക്കും. എന്താണെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു അതെനിക്ക് ചിലരുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഓടിക്കും. വെച്ചു കീട് ലൈറ്റ് കത്തിക്കോ. ഉണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് പറഞ്ഞിട്ട് ചെറിയൊരു ഹ്യൂമിഡിറ്റി നല്ല ഫീൽ ചെയ്യുന്നുണ്ട്, ചെറിയൊരു ആവി പോലെ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ കാര്യം. സോ ഇതിലെങ്കിൽ സ്കൂട്ടാവുക. ഓക്കെ, ഓടിക്കുന്നു അങ്ങനെ ഇനിയെങ്കിൽ അവന് ഓടിക്കട്ടെ. ഇങ്ങനെ ഓടിക്കാം. ശരി, ചുമ്മാ ഇരിക്കുമ്പോഴേ ഈ വണ്ടി പല്ലാതെ. അപ്പൊ നമ്മൾ എത്രാമത്തെ സ്റ്റോപ്പാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? മൂന്നാമത്തെ സ്റ്റോപ്പാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇനി അങ്ങനെ എത്ര സ്റ്റോപ്പ് കിടക്കുന്നോ എന്തോ. സോ നമ്മളെങ്കിൽ ഇവിടുന്ന് സ്കൂട്ടാവുക. ലാഹ കിട്ടിയ സ്ഥിതിക്ക് ലാഹന്ന് ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. ഞാൻ എടുക്കാന്ന് പറഞ്ഞ് ഞാൻ കറങ്ങിയിരിക്കുക. ചെറിയ വളമായിരുന്നു, അപ്പം നൂത്ത് നിർത്തി ഒന്ന് എടുത്തതാണ്. കുറേ ഫോട്ടോ എടുത്ത് കൊടുക്കണം. കാറ്റാണോ? അതെ ഓക്കെ. ലാഹെ ഒക്കച്ചൻ്റെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരാളാണ്. ഒക്കച്ചൻ്റെ ആള് വരുന്നു, ഭയങ്കര ഫാൻ ബേസാണ്. എന്ത് പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ മരിച്ചു പോയില്ലയോ? പുള്ളി മരിച്ചു പോയി. നമ്മളെങ്കിൽ ഇവിടെ തന്നെ പോട്ടെ. ഇപ്പം 4ാമത്തെ പ്രാവശ്യം ചവിട്ടുന്നത് മൊത്തത്തിൽ കേട്ടിട്ട്. അങ്ങനെ നമ്മൾ 5ാമത്തെ സ്റ്റോപ്പ് നിർത്തി. മറ്റൊന്നുമല്ല, അടുത്ത ഫോട്ടോകളുള്ള പോസാണ്. അതെങ്കിൽ ഒന്ന് എടുക്കട്ടെ. ശരി, ഇനി ഇവിടെ എടുക്കട്ടെ. വെളി നല്ല കാറിന് നല്ല ശബ്ദം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങിയില്ല, പിന്നെ താമസിക്കുന്നുണ്ട്. ഓക്കെ, ശബ്ദം കേട്ടോ. ബൈക്കുകാരൊക്കെ പോകുന്നുണ്ട്. വലിയ ഈറയൊക്കെ പിടിച്ച് തറയിട്ടേന്ന് വിളിക്കും. അതോ ഈറയാണ് ഈറ്റയാണ്? ഈറ്റ വേറെ ഊറ്റ ചീനി ഊറ്റാന്ന് പറഞ്ഞു. ആ സാധനം
സംഭവമാണ്. ഇപ്പൊ റൈറ്റ്സ് ഒക്കെ നോക്കിയാൽ ഭയങ്കര കോടയാണ്. ഭയങ്കര കോട. എന്റെ മോനെ രക്ഷയില്ല കേട്ടോ. ഫസ്റ്റ് ആയിട്ടുള്ള ലോങ് ഡ്രൈവ് ആണ് ഒന്നാമത്തെ കാര്യം. അതിന്റെ അത്ര എക്സൈറ്റ്മെന്റ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ പോയാൽ വീട്ടാന്തോറാണെങ്കിലും പോകുന്നില്ല. നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊന്നും വന്നിരുന്നില്ല. പ്രായപൂർത്തി സ്ഥിതിക്ക് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാ. നമ്മളിനി റൈറ്റാണ് പോകുന്നത്. അതായത് സീയത്തോട് വഴി, അതായത് നേരെ പോകുമ്പോൾ ശബരിമല പോകുന്ന റൂട്ടാണ്. അപ്പൊ ശബരിമല പോയ റൂട്ട് നമുക്ക് പോയിട്ട് കാര്യമില്ല. അതെ, ഈ റൈഡ് ഈ റൈറ്റാണ്. വേണ്ട ഈ ടിക്കറ്റ് കൗണ്ടർ ചെയ്യുന്നുണ്ടല്ലേ. ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. ഈ മറ്റേ ശബരിമല വരാതെ വേറൊരു കട്ട് ചെയ്യായിരുന്നു. ഞങ്ങൾ മറ്റേ ലാഹയിൽ കാണാനുള്ള മോഹം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അതെ, കാട് വെച്ച് വന്നിട്ട് ഇന്ത്യൻസ് ആയ പോലെ തോന്നുന്നു. നമ്മൾ സീതാത്തോളം പോകുന്ന റൂട്ടിൽ എത്തി. ഇനി ഇവരും നമ്മൾ റൈറ്റ് ആണ് പോകുന്നത്. എന്നാൽ നല്ലൊരു അത് നല്ല ആംഗിളാവും. റൈറ്റ് പോവാം. അപ്പം സീതാത്തോളിലോട്ട് നമ്മളവിടുന്ന് കണ്ടായിരുന്നു. ഗവി ടിക്കറ്റ് കൗണ്ടർ നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഒരു ബോർഡ് ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ് ആ റൂട്ട്. നല്ല രസമാണ് വരാൻ. അടിച്ചിട്ടൊന്നും വരല്ലോ, വലിയ വരണം. എല്ലാം കണ്ട് കോടയൊക്കെ കണ്ട് വേണം. ഇത് റിസർവ് വന ഭൂമിയാണ്. അതിക്രമിച്ച് കിടക്കുന്ന ശിക്ഷാർഹമാണ്. സ്വാഭാവികം. ആ ഗേറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഈ റോഡല്ല. ഒരു ഉണ്ണിയപ്പം വാങ്ങിച്ചപ്പോൾ അതിന്റെ പുറകെ നടക്കുക. ഒരെണ്ണം കുറുക, അല്ലാതെ ബാക്കിൽ നിന്ന് വിറത്തില്ല. ഒരെണ്ണം പൊട്ടിച്ചു കൊറണം. ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കും. പൊട്ടിച്ചു കൊടുത്തിട്ടാണ് എല്ലാം കൂടെ കൂടെ. ഇല്ലയോ? ഒരു കാര്യം വണ്ടി കയറിയിട്ട് അതാത്തോ ഇനി ആവശ്യം കൊണ്ടുപോയി. ഇനി ആവശ്യം കയറണ്ട. 50 രൂപ കിടന്നുണ്ടോ വണ്ടി പിടിച്ചോണ്ട്? അങ്ങനെ ആരും കിടക്കുന്നത്. അപ്പം നമ്മള് ഞാൻ കാണിക്കാം. അതായത് ഒരു പട്ടി കാണിക്കാം. ഇതെന്താ നോക്കിയിരിക്കുന്നത്? എന്തിനറിയോ? ഉണ്ണിയപ്പത്തിൻ്റെ ഇപ്പോൾ വാല ഉണ്ടായിരുന്നു, പേരിച്ചു പോയി സംഭവം. നമ്മളങ്ങനെ വൃത്തി അത് കുറുക്കാനായിരുന്നു ഇരുന്നത്. ഇനി കുറുക്കാനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാം ഇത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഇത് ടിക്കറ്റ്, അത് വേറെ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ, ആരും ബ്ലർ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഓൺലൈനിൽ എടുത്തിട്ട് ഇവിടെ വന്നെടുക്കണം. ഓൺലൈനിൽ എടുക്കുന്നത് 100 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. അല്ലാതെ 85 സംതിങ് ആണ് വരുന്നത്. ടിക്കറ്റ് കിട്ടത്തില്ല. 30 വണ്ടി കയറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഓൺലൈനിൽ എടുക്കാതെ ഒരിക്കലും നടക്കത്തില്ല. ഗൂർലിക്കൽ ആങ്ങമൂഴി എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. അവർ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ഓഫ്ലൈനായിട്ട് ഈ ഒരു സംഭവം കൈപ്പറ്റിയാൽ മാത്രം നമുക്ക് പോകാൻ പറ്റൂ. സോ പിന്നെ ഇത് ഞാൻ വന്നപ്പോൾ ഒരു ഇവരെ മറ്റേ അടുത്ത് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. ഒരു ഉണ്ണിയപ്പം വാങ്ങിച്ചുടനെ എന്ത് പറഞ്ഞ ഇതേപോലെ കുറേ പട്ടികൾ വന്നു പെട്ടുപോയിട്ട് ഞാൻ എനിക്ക് കരിച്ചെന്ന് പുല്ല്. കാരണം ഇപ്പം നല്ല രീതിയിൽ പട്ടിക്കടി വന്ന സമയമാണല്ലോ മൊത്തത്തിൽ. അതുകൊണ്ട് സോ ഇതിനൊക്കെ നമ്മളിനി പോവാണ്. പട്ടി അതിൻ്റെ വഴിക്ക് പോയി ഇട്ട് കൊടുത്താൽ എല്ലാവരും ഒന്ന് കൂടി പിന്നെ ഇതിനകത്തും ചാടി കയറി അത് നിങ്ങൾ കൊടുത്തില്ല. മൃഗസ്നേഹിയൊന്നും അല്ലെന്നൊന്നുമല്ല. നമ്മുടെ വീട്ടിലും പട്ടി കണ്ട് പട്ടി ആവശ്യത്തിന് വേണമല്ല. സോ ദാറ്റ്സ് ബോട്ട്. നമ്മളങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് സ്കൂട്ടാവുകയാണ്. അങ്ങനത്തെ ആദ്യമല്ലോ നമ്മളിപ്പോൾ ആനമൂഴി പാലത്തിൻ്റെ പുറത്ത് ആങ്ങമൂഴി അല്ല. സോ അത് കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഇതിനകത്ത് കാണാൻ രസമില്ല. കണ്ണും നല്ല രസമുണ്ട്. അതെ ഈ ക്യാമറ അത്ര കിട്ടത്തില്ല. ഇനി ഒന്നും കേട്ടാ ബൈക്കാണ് ആങ്ങമൂഴി. സോ അവിടുന്ന് 2 ദിശയുണ്ട്. അവിടുന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് പോയി. ലെഫ്റ്റിൽ നിന്ന് ബാക്കി അങ്ങോട്ട്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ റെക്കോർഡ് ബട്ടൺ നേരത്തെ ഞെക്കാൻ മറന്നുപോയി. നമ്മൾ കഴിക്കാൻ ഇറങ്ങിയപ്പം ഇവൻ വന്നില്ല. അവൻ രാവിലെ ഇങ്ങനെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് അവൻ കഴിച്ചില്ല. അപ്പോൾ ഒരു ചായ കുടിച്ചു. അവൻ പിന്നെ കഴിച്ചില്ല, അവൻ കഴിക്കാത്തതുകൊണ്ട് അവന് വേണ്ടി പ്രത്യേക ചായ അവൻ സ്കൂട്ടി കൂട്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ കഴിച്ചിട്ട് വന്നത്. അവൻ രാവിലെ കഴിച്ച് ശീലമില്ല, അതുകൊണ്ടാണ് പിന്നെ അവൻ ഞാൻ നിർബന്ധിക്കാഞ്ഞത്. ഇപ്പോൾ വണ്ടി ചരിഞ്ഞു തോന്നുന്നു കേട്ടോ. എന്തോ സൈഡിലോ ചരിഞ്ഞെന്ന് തോന്നുന്നു. KSC ഏതോ വണ്ടിയാണെന്ന് തോന്നുന്നു. കറക്റ്റ് അത് കണ്ടില്ല. അരിവില്ലാത്തതുകൊണ്ട് ഇവർ അരിവ് നോക്കിയിട്ടുണ്ടായി. എന്തോ എനിക്കൊന്ന് സൈഡ് ഒതുക്കിയവൻ പോയായിരുന്നു. നമ്മളെന്തോ നേരത്തെ ലാഹേൽ വക്കച്ചൻ്റെ എസ്റ്റേറ്റിൻ്റെ സൈഡ് ഒതുക്കിയപ്പോഴും പോകേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യം ഇവൻ പറഞ്ഞ്, ഇല്ലെങ്കിൽ കുഴിയൊന്നും തള്ളായിരുന്നു. അങ്ങനെ പറ്റിയായിരുന്നു നേരത്തെ. ഞാൻ മാപ്പിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം നമ്മൾ പോകുന്ന റൂട്ടിൻ്റെ. അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ശബരിമല ഒരു വലം വെക്കുന്ന രീതിക്കാണ് മൊത്തം ആ ഒരു ഇത് വരുന്നത്. പോസ്റ്റായിട്ട് വരുന്നതെന്ന് തോന്നുന്നേ. ചെക്ക് പോസ്റ്റ് എത്തി.
ഇതാ ചെക്ക് പോസ്റ്റ്. ഇനി ഇവർ ആ ടിക്കറ്റ് കാണിക്കാം. മേളിൽ കയറി പോയിട്ട് ഇതെല്ലാം സെറ്റാക്കി, അതായത് ഡ്രൈവിംഗ് ലൈസൻസും അത് ടിക്കറ്റും കാണിച്ച് നമ്മൾ പെർമിഷൻ എടുക്കണം. അപ്പോൾ എഴുതി വെക്കും, പൊക്കി തന്നു മേളിൽ തന്നെ പൊക്കാൻ പറ്റും. കൊള്ളാം, ഇങ്ങനെ താഴെ ഇറങ്ങി പൊക്കണോ മെക്കാനിസം കൊള്ളാം. നമുക്ക് പാസ് കിട്ടി ഗായ്സ്. ടിക്കറ്റ് മതി. ഇതാ ടിക്കറ്റ്. നേരത്തെ കാണിച്ചു തരുന്നല്ലോ. സിമ്പിൾ പ്രൊസീജിയറാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഇതുമായിട്ട് മാത്രം കയറി ചെന്നാൽ മതി. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നു. വി ഗോട്ട് ആക്സസ്. ഇനി നോക്കട്ടെ ഇനി എങ്ങനെയാണ്. ഇനിയാണ് ഉൾക്കാട് വരുന്നത്, അതായത് പെരിയാർ നാഷണൽ പാർക്ക്. ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഇല്ലേ? അത് തന്നെ സാധനം. ഓക്കെ. ഇവരുടെയൊക്കെ മറ്റേ ഈറയൊക്കെ ഒലിച്ച് വെച്ചേക്കുന്നു. അതായത് ഇവരുടെ ആൾക്കാർക്ക് തന്നെ ഉപജീവന മാർഗമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. യാ തിരിയുമ്പം അകത്തൊരു പേടി വരുമല്ലോ. വളവിൻ്റെ ചെറുതായിട്ട് പേടി. സ്വാഭാവികമായി അത് രസമല്ലേ. കിടക്കിയ റോഡ് സീനാട്ടോ. ഞാൻ കുഴി എടുത്തിട്ടേക്കുന്ന ഇത് കണ്ടോ? ഈ വഴി പോയത് ഇത് ആന ഇറങ്ങുന്ന വഴി കേട്ടോ. പൊട്ടെ വിട്ട് പോട്ടെ ഇറങ്ങി വരുന്ന വഴി കേട്ടോ. ഞാൻ കുഴി എടുത്തിട്ടേക്കോ. ഞാൻ ചാറിൽ ഇറങ്ങുന്ന കുഴി ഇറക്കുന്നതാണ്. കുഴി എടുക്കുമല്ല കേട്ടോ. അവരുടെ പിണ്ടം കിടപ്പുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഞാൻ കാണിക്കാൻ പറ്റുന്ന വളവ് പെരിയെ പോയാൽ മതിയേ. ഒരു വണ്ടി പോയാൽ പോരെ. അല്ല അത് റിസ്ക്. കാരണം ആ വണ്ടിക്കാരൻ ചവിട്ടി നിർത്തിയാലേ വണ്ടിയൊക്കെ വരുന്നുണ്ട്. വണ്ടി കണ്ടേ, പേടിക്കണ്ടേ. പെരി പുള്ളിക്കാർ സ്ഥിരം ഓടിക്കുന്നതായിരിക്കും. ഇനി പേടിക്കാനും തോന്നുന്നു. കാരണം പുള്ളിക്കാരെ ഒന്നും സൈന്യം ഒന്നും തന്നില്ലല്ലോ, വാണിംഗ് ഒന്നും തന്നില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ലായിരിക്കും. പുള്ളിക്കാരൻ പെരിയ പോന്നല്ലേ. പോയപ്പോ തന്നെ നമ്മളെ കയറ്റി വിട്ടേ. അത് വേണ്ടായിരുന്നു. നമ്മള് അങ്ങനെ ഒരു വണ്ടി ഓർത്തേക്കുന്ന പുള്ളിക്കാരൻ സൈഡ് തന്നെയാണ്. നമ്മൾക്കൊരു ആശ്വാസമല്ല അവൻ്റെ ഒരു ബാഗ് കിടക്കുന്നത്. അങ്ങനെയൊക്കെ ഒന്നുമില്ല. താഴെ കിടക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് വെച്ച് ആന ഇറങ്ങുന്ന സ്ഥലം കണ്ടായിരുന്നു ചെറുതായിട്ട്. മേളിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഇരുന്നത് ആ ഭാഗം. തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോയി ആ ഒരു വഴി വെള്ളം കുടിക്കാനായിട്ട്. വണ്ടി പോകുന്നത് കുറവാണ് കേട്ടോ. ഈറയൊക്കെ അങ്ങനെ എങ്ങനെ അടിക്കില്ലേ. ഇച്ചിരി കനമുള്ളതാണെങ്കിലേ ആടി വന്നു. പിന്നെ പെരിയ പോണേ ചാഞ്ഞ് ഇറപ്പുണ്ടായിരുന്നു. അപ്പോൾ കണ്ണാടി ഒന്ന് അടിക്കും. കണ്ടോ ആ നില്ലേ. ഓ കുറച്ചുകൂടെ പിടിച്ചില്ലേ. ഒരു പറ്റയ്ക്കുന്നു. പറ്റിക്കുണ്ടോ കുറുമ്പൻ. ഇതോ പറ്റി പറ്റിക്ക് ഒരു പ്രായ. അപ്പൊ ആ നടന്നു വന്ന പുള്ളിക്കാരനൊക്കെ ഈ വഴി വന്നേലേ. ആ ശരിയാണല്ലോ. ഈ വഴി ഇറങ്ങി അതിന് ഇറങ്ങി വന്ന വഴി അതൊന്ന്. രണ്ടാമത്തെ വഴി സ്പോട്ട് ചെയ്തു ഇറങ്ങി വന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ വഴി എന്തോ ആന ഇറങ്ങിയോ ഇത് ആന പിടിച്ച് വലിക്കുകയോ എല്ലാം ചെയ്തിട്ടായിരിക്കും ഇതിങ്ങനെ കിടക്കുന്നത്. സോ ദർ മൈറ്റ് ബി ചാൻസ് ഫോർ ടു സീ ആന. ഈ ഇറങ്ങുന്ന വഴിയൊക്കെ ചിലർ കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ പിടിച്ച് വലിച്ചേക്കുന്ന ആയിരിക്കാം ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. ഇന്നലെ നല്ല മഴയാണെന്നാണ് അറിയാൻ കഴിഞ്ഞു. ഇവർ നല്ല മഴയായിരുന്നു ഇന്നലെ. ചിലപ്പം ഇന്നലെ രാവിലെയോ എല്ലോ ഇറങ്ങിക്കൊണ്ട് നഞ്ഞായിരിക്കും. പിന്നെ എല്ലാം കിടന്ന് നഞ്ഞുപോലെ കിടക്കുന്നത്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഫസ്റ്റ് കണ്ട സ്പോട്ടിൽ റൈറ്റ് സൈഡിലായിട്ട് ചെറുതായിട്ട് ഉണ്ടായിരുന്നു.
റോഡ് വലിയ കുഴപ്പമില്ല. പറഞ്ഞു വരുന്നില്ല. വലിയ കുഴപ്പമില്ല. ഈ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഒന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം ക്ലീനാണ്. നിർത്തിയിരുന്ന് വെച്ചാൽ അടി വല്ലതും തട്ടിയാലോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഈ വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ കുഴി അറിയില്ല. അതുകൊണ്ടൊക്കെയാണ് ചുമ്മാ എന്തിനാ വണ്ടിക്ക് പണി എത്തുന്നത്. അതുകൊണ്ട് അതുണ്ട്. എന്തോ അല്ല ഇത് സാധനം ഐസ് ഫാക്ടറി അല്ലോ. അറിയാൻ മേല, ഒരു പിടിയില്ല. ഐസ് ഫാക്ടറി ആണോ? എന്തിനാ ഐസ് ഫാക്ടറി എന്ന് പറഞ്ഞ പറയാം? എന്തോ സ്റ്റോറിങ് എന്തോ ആയിരുന്നു തോന്നുന്നത്. ഈ ഗവി എന്നുള്ളത് ഇത്രയും പ്രശസ്തമാകാനുള്ള കാരണം ഇവിടെ പണ്ട് സെറ്റിൽമെന്റ്സ് എങ്ങനെ തുടങ്ങി വെച്ചാൽ നമുക്കിപ്പോൾ ഈ ശ്രീലങ്കയിൽ ഈ തമിഴ് ജനത ഈ അവിടെ അവരുടെ എന്താ പറയുക അവകാശങ്ങൾക്ക് വേണ്ടി അവിടെ പോരാടിയ സമയത്ത് കുറേയേറെ തമിഴ്നാട്ടുകാരെ തമിഴുകാർ അതായത് ശ്രീലങ്കൻ തമിഴ്സിനെ ശ്രീലങ്കക്കാർ അവിടെ നിന്ന് പുറത്താക്കിയായിരുന്നു. അപ്പോൾ അവർ ഇന്ത്യയോടാണ് താമസിക്കാനുള്ള അഭയം തേടി വന്നത്. അപ്പം നമ്മൾ കേരള സർക്കാരിനും തമിഴ്നാട് സർക്കാരിനുമാണ് അതിൻ്റെ ഉത്തരവാദിത്യം കേന്ദ്ര സർക്കാർ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ അവർക്ക് വേണ്ടി സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയത് ഗവിയിലാണ്. അപ്പോൾ ഗവി നമ്മൾ ഇപ്പോഴും നോക്കുമ്പോൾ നമുക്ക് കാണാം ശ്രീലങ്കൻ തമിഴ്സ് ശ്രീലങ്കൻ തമിഴ് ഇപ്പോഴും ഇവിടെ ഒരു കുടിലൊക്കെ കെട്ടി താമസിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളും നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. അതിൻ്റെ മണ്ടയുടെ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റിൽമെന്റ്സ് തുടങ്ങിയത്. ഇത് ഡാമാണെന്നറിയോ? ഇത് പേരെന്തുവായിരുന്നു? വണ്ടി നോക്കി പോണേ. 7-8 ഡാമുണ്ട്. പഠിച്ചായിരുന്നു. ഞാനൊരു ഫോട്ടോ എടുത്തു. പേര് ഇറക്കാണല്ലോ. അത് നേരല്ല, റൈറ്റ് അല്ലേ? ലെഫ്റ്റ് ഇല്ല, നേരെയാണോ? ഡാമിൽ പോകാൻ പറ്റില്ലേ? സോറി, ഞാൻ ഇവരൊന്ന് താഴെ ഇറങ്ങുവാണ്. സോറി. മൂഴിയാർ ഡാം. മൂഴിയാർ ഡാം. നമ്മൾ 9 ഡാം എന്തോ മൊത്തം ഉണ്ട്. അത് 7 ഡാമിൽ എന്തോ പോകുന്നു. അങ്ങനെ എന്താണെന്ന് എനിക്ക് അറിവുള്ളത്. ഇല്ല, അങ്ങനല്ലേ? മണ്ടേ കൂടെ പോകുന്നത്. ഇപ്പൊ മൂഴിയാർ ഡാമാണ് പ്രൊഹിബിറ്റഡ് ഏരിയ. അകത്തോട്ടാണ്. സോറി, ചില ഡാമിലൊക്കെ ആണെങ്കിൽ ഈ ഫോട്ടോ പ്രൊഹിബിറ്റഡ് ഏരിയ കണ്ടു. നമ്മള് ഡാമില് പ്രൊഹിബിറ്റഡ് ആയിരുന്നു. നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്യുന്ന എത്തിയപ്പോഴാണ് ആ ബോർഡ് ഉണ്ടത്. തൊട്ട് ആദ്യം ഒന്നുമില്ല. പ്രൊഹിബിറ്റഡ് ഏരിയ സംതിങ് എന്തോ കൊള്ളായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഫോട്ടോ പ്രൊഹിബിറ്റഡ് നടന്നത്. അത് പിന്നെ റെക്കോർഡ് ചെയ്തില്ല. നമ്മൾ നേരത്തെ കാണിച്ച വിഷയം ബ്ലേഡ്, അതുകൊണ്ടാണ് ബ്ലേഡായി ഞാൻ കാണിച്ചത്. കാരണം അതൊക്കെ സെക്യൂരിറ്റി ഭാഗമാണ്. ഇതൊക്കെ മനസ്സിലാവുമല്ലോ ഒരു കൂടുതൽ പറഞ്ഞാലോ. പിന്നെന്തുവാ പുള്ളിക്കാരൻ എങ്ങനെ നമ്മുടെ വാങ്ങിച്ച് ഓരോ ചെക്ക് പോയിന്റ് എഴുതുന്നത്? അതെന്താണെന്ന് വെച്ചാൽ ആങ്ങോട് ചെക്ക് പോസ്റ്റിൽ നമ്മൾ പാസ് എടുത്തിട്ടാണ്. അപ്പോൾ അവർ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് അവർ വിടും. എന്നിട്ട് ഓരോ പോയിന്റിലും ഇപ്പോൾ ഓരോ ഡാമുകളിൽ അല്ലെങ്കിൽ ഓരോ വളവിലോ അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് ഏരിയ വരുമ്പോൾ അവർ വീണ്ടും നമ്മുടെ അടുത്തുനിന്ന് അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഫോൺ നമ്പറും വാങ്ങിക്കും, പാസ് കാണിക്കും. കാരണം എന്തിനാന്ന് വെച്ചാൽ അതാത് സമയങ്ങളിൽ നമ്മൾ അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെന്നുള്ളത്. അവരെ വിളിച്ചറിയിക്കും, ഇങ്ങനെ ഒരു വണ്ടി ചെന്നിട്ടുണ്ട്, നിങ്ങൾ അവിടെ എത്തിയോ? അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർ സെർച്ച് പാർട്ടി വിടും. കാരണം ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ആയോ മറ്റു കാര്യങ്ങളോ വണ്ടി എന്തെങ്കിലും തീടോ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സെർച്ച് പാർട്ടി വിടും. അതിനുവേണ്ടിയാണ് ഓരോ ജംഗ്ഷനിലും ഓരോ ഏരിയയിലും വെച്ച് ഒരു എഴുതി പോകും. അപ്പോൾ അങ്ങനെയൊക്കെ അത്യാവശ്യം ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ആദ്യമായിട്ട് അറിയുന്ന എന്തൊരു കാര്യമാണ്. അത് കൊള്ളാം, നല്ലൊരു കാര്യം തന്നെയാണ്. മിസ്സായാലും അറിയാൻ പറ്റുള്ളൂ. കാരണം റേഞ്ചില്ല ഇവിടെ. ശരി. ഞാൻ കയറിയപ്പോഴേ റേഞ്ച് പോയി. എയർടെൽ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴേ പോയി. ഇത് പിന്നെ ജിയോ ഇച്ചിരിങ്ങളുണ്ട്. BSNL ഒക്കെ ഇവിടെ കാണുമായിരിക്കും. ഇവരെ മാനൊന്നും കാണില്ല. ഇതിപ്പം നമ്മൾ വെൽക്കം ടു ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ്. ഒന്നാണ് പള്ളിവാസൽ ശബരിഗിരി. അതൊക്കെ ഏറ്റവും വലുതാണ് ഇടുക്കിയിൽ. നമ്മുടെ PSC കാരണം ചോദിച്ചത് അതിന്റെ പോത്ത് ഞാൻ പറഞ്ഞത്. നമ്മളെ അബ്കാരിയിൽ ഒന്ന് എഴുതാൻ, എക്സൈസിന്റെ ഒന്ന് എഴുതാൻ പോയായിരുന്നു. അത് ഷെയർ ചെയ്ത് റിസർവോയറാണ് ഇത്. നമ്മൾ നേരത്തെ കണ്ടത് ഡാമാണ്. ഇതൊക്കെ റിസർവോയേഴ്സിന്റെ മൂഴിയാർ ഡാം. ഇനി കക്കി ഡാമുണ്ട്. കക്കി ഡാമാണ് ഈ ഏരിയയിൽ ഏറ്റവും വലിയത്. അത്യാവശ്യം കാണാൻ പോകുന്നത്. അത് 23 കിലോമീറ്റേഴ്സാണ്. തണുപ്പ് ഭയങ്കര മഴയില്ല. ഇപ്പൊ ചെറുതായിട്ട് തുള്ളി മഴ വരുന്നുണ്ട്. ഞാനൊന്നും കണ്ടിട്ടില്ല, വലിയ കുഴപ്പമില്ല. പിന്നെ അധികം പ്രതീക്ഷയില്ലാതെ പോകുമല്ലേ? അധികം പ്രതീക്ഷയില്ലാതെ പോയിട്ട് കാണുന്നതാണ് നല്ലത്. അതിപ്പോൾ നമ്മൾ എന്തോ ചെയ്താലും അങ്ങനെയാണ്. വർക്ക് എടുക്കുക. നമ്മുടെ തൊട്ട് പറയാൻ നോക്കി. നമ്മുടെ തൊട്ട് പറയാൻ ഫോറസ്റ്റുകാരുണ്ട് കേട്ടോ. കാണാൻ പറ്റുമെങ്കിൽ അറിഞ്ഞൂടാ. ഇപ്പൊ ഓവർടേക്ക് ചെയ്ത് പോയിക്കാം. നമുക്ക് കോൺവേ ആയിട്ട് ഇപ്പം ഫോറസ്റ്റുകാർ വന്നായിരുന്നു. ചുമ്മാ പറഞ്ഞാണ്. ഒരു ഫ്രണ്ടേ ബാക്കിൽ ഉണ്ടായിരുന്നു. നമ്മളത് ഞാൻ ആലോചിക്കുന്നതല്ലേ, അവിടെ
ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതാ. നമ്മളെ പോലെ സാധാരണക്കാർക്ക് ആരും ഒറ്റയ്ക്ക് പോയിക്കോ. അത് അങ്ങനെയാണ്, കുറ്റം പറയുമല്ല. ഇപ്പൊ 30 വണ്ടി ഒരു ദിവസം വരുന്നത്, പിന്നെ എല്ലാത്തും ക്ലിയർ ചെയ്തൊക്കെ ആയിരിക്കും അവർ വെക്കുന്നത്. അങ്ങോട്ട് വരുന്ന വഴിക്ക് കുറെ വണ്ടികൾ വരുന്നുണ്ട്, ക്ലിയർ ചെയ്തൊക്കെ ആയിരിക്കും അവർ വരുന്നത്. എല്ലാ വണ്ടിക്കും പറ്റുന്ന കാര്യമല്ല, ലോജിക്ക് നോക്കണമല്ലോ. നമ്മളെന്തായാലും അവരെ കയറ്റി വിട്ട്, അപ്പൊ നമുക്ക് അധികം പേടിക്കാതെ കയറിപ്പാം. ഏത് പിന്നെ സ്ഥിരം ഓടിച്ച് നല്ല പരിചയമുള്ളവർക്ക് അറിയാം, ഇവരാണ് കാണും ഇവരാണ് കാണത്തില്ല, അതൊക്കെ അവർക്ക് അറിയാമല്ലോ. അത് നമുക്കും ഒരു ആശ്വാസം. ഒരു ശുദ്ധം പറഞ്ഞു പോയി. ഞാൻ റെക്കോർഡ് ചെയ്തില്ല, നമ്മൾ ഫോം എല്ലാം വെച്ചതിനെ റെക്കോർഡ് ചെയ്ത് അത് നമ്മൾ തിരിച്ച് മസ്കിൻസൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള രീതിക്ക് നമ്മളെ കുറച്ച് നല്ല വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുക, വാല്യുബിൾ കണ്ടന്റ് ആഡ് ചെയ്യുക. ദാറ്റ്സ് ഓൾ വി വാണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്ത് എനിക്കൊന്ന് പെൻ സ്റ്റോപ്പ് പൈപ്പ് ഒക്കെ കാണാൻ പറ്റുന്ന സ്ഥലമാണ് തോന്നുന്നു. നല്ല കൂട്, നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, അവിടെ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. ഡിസ്പെൻസറി, UP സ്കൂൾ, റിക്രിയേഷൻ ക്ലബ്ബാണ്. മാനപ്പെട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചാറ്റമഴയുണ്ട് കേട്ടോ. അമ്പ് കോടയാണോ റേ? നല്ല കൊക്കയാണോ? കോടയാണോ? ചെറിയ നല്ല സ്ഥലമുണ്ട്. നമ്മളൊക്കെ കോട പറഞ്ഞു കേട്ടോ. ഒക്കെ ആയിരിക്കും പറഞ്ഞ പോലെ. നമ്മൾ അത് നല്ല എലവേഷൻ സ്ഥലമുണ്ട്. എത്ര വഴിയായിരിക്കും അത് സീ ലെവലിൽ നിന്ന്? 3500 മീറ്റർ മിനിമം. 3500. മറ്റേ ഏറ്റവും കൂടുതൽ റെയിൻഫോൾ നമ്മൾ 3.5 കിലോമീറ്റർ ആകാശത്തോട്ട് സീ ലെവലിൽ നിന്ന്, അതായത് കുട്ടനാറിന് സീ ലെവലിൽ നിന്ന് അങ്ങനെ നോക്കണം. കുട്ടനാറിലെ സീ ലെവലായിട്ട് വരുന്നത് ഇതാണ് പെൻസ്റ്റോ പൈപ്പ്. ഇതിന്റെ ശബരിഗിരി അതിന്റെ അവിടെ മേളിൽ റിസർവർ ഉണ്ട്. അതിന്റെ നിന്നാണ് ഈ സാധനം വരുന്നത്. ഇത് മറ്റേ ജലവൈദ്യുത പദ്ധതി ആ സംഭവത്തിന്റെ തന്നെയാണ്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ ഇറങ്ങിയില്ല. അധികം കയറുന്നില്ല. നമ്മൾ കൊള്ളാവുന്ന നല്ല സമയത്ത് നോക്കി പ്രൊഹിബിറ്ററൊന്നും അല്ലാത്ത നല്ല കൊച്ചുങ്ങളായിട്ട് നല്ല രീതിയിൽ കാട് കണ്ടിട്ട് വരാമെന്ന് ഉദ്ദേശിച്ച് ഞങ്ങൾ ഇറങ്ങിയത്. കയറേണ്ട എല്ലാം ഇരിക്കുന്നത്. അപ്പം റെഡി പോട്ടെ. ഒരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ മക്കളെ നല്ലപോലെ പറത്തി നല്ല വിഷ്വൽസ് എടുക്കായിരുന്നു. പക്ഷെ ഇവരൊക്കെ ഡ്രോൺ പ്രൊഹിബിറ്ററാണെന്ന് പറഞ്ഞില്ല. എന്തായാലും ഇല്ലല്ലോ, അപ്പം അതിനെ ചിന്തിക്കണ്ട. ഇടുന്നല്ല കേട്ടോ. പക്ഷെ ഒതുക്കാനായിട്ട് സ്ഥലമൊക്കെ കുറവ്. എൻ്റെ ഒരു ആനപ്പിണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. പിണ്ടിയല്ല, പിണ്ടം. അതുകൊണ്ട് പിന്നെ ഒതുക്കണ്ടെന്ന് വിചാരിച്ചത് പോവാം. റോഡ് വലിയ കുഴപ്പമില്ല, എന്നാൽ ഇടയ്ക്ക് എന്നാലും നല്ല രീതിയിൽ നിർത്തിയെടുക്കുന്ന രീതിക്കൊക്കെ ഉണ്ട്. അതേപോലെ ഇതെങ്ങനെയാ ബുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഗവി ടിക്കറ്റ് അങ്ങനെ പറയുന്നത്. ഗവി കക്കി വെബ്സൈറ്റ് ഒന്നുണ്ട്. അതിൽ കയറിയിട്ട് 3 ദിവസത്തത് ഓരോ ദിവസം ഇടവിട്ടാണ് ഓണാവുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്കിപ്പം 1-ാം തീയതി കയറിയ ഒരു മഴ വന്ന് കിടക്കുന്നുണ്ടോ. 1-ാം തീയതിയിലേക്ക് നിങ്ങൾക്കിപ്പം 1-ാം തീയതി കയറുവാണെങ്കിൽ 4-ാം തീയതിയിലേക്ക് ടിക്കറ്റ് ഇല്ലേ? ഇപ്പം 3-ാം തീയതി 3-ാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ആ രീതിക്ക് മുൻകൂറായിട്ട് 3 ദിവസം മുമ്പ് ബുക്ക് ചെയ്യണം. ഒരാൾക്ക് 100 രൂപ വെച്ച് പെർ ഹെഡ്. ഒരു വണ്ടി ഒരാൾക്ക് എന്ന് പറഞ്ഞ് ഒരു വണ്ടി ഒരാൾക്കെന്നല്ല, ഒരു വണ്ടിയിൽ ഒരു നമ്പർ എന്ന രീതി. അതല്ല ഒരു സ്ഥലം കേട്ടോ. നല്ലൊരു സ്ഥലം നോക്കി കണ്ടപ്പോൾ നിർത്തിയാണ്. ഇതോ കാണാം, കൂടുതൽ സ്ഥലം കേട്ടോ. ഈ ക്യാമറ എപ്പോഴും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ചീവീരിൻ്റെ ഒക്കെ ശബ്ദം, ചെറിയ ചാറ്റമഴ ശബ്ദം ഞാൻ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ പോകുന്നത് സോ നമ്മളെങ്കിൽ ഇവരും സ്കൂട്ടാവും. നല്ലൊരു ലൊക്കേഷൻ ആയിരുന്നു, ദൂരം നിന്ന് കാണാൻ. അടുത്ത് വന്നപ്പം വലിയ കുഴപ്പമില്ല, എന്നാലും ഉണ്ട്, ഇല്ലെന്നല്ല. നമ്മൾ ഇനിയെങ്കിൽ കാറി കയറി
എല്ലാ സ്ഥലത്തും നിർത്തി പോകാൻ വീട്ടിൽ എത്തത്തില്ല ഇങ്ങനെ. നല്ല രസം. ആ കാടും പശ്ചിമഘട്ടവും മഞ്ഞും. പശ്ചിമഘട്ടം വളരെ വളർന്നത്. കുത്തറല്ല ഓണായിപ്പാ. അടിയിൽ ഇങ്ങനെ പൊങ്ങിയല്ലോ. ഇത് അത്ര മേഘമാണോ അതോ എന്ത് സംഭവം? അതാ മേഘമല്ലല്ലോ, ഇത് മഴയായിട്ട് പെയ്യത്തില്ലല്ലോ ഈ സാധനം. അത് മേളിൽ പോണ്ടായിരുന്നു. എനിക്ക് ആവിയായിട്ട് വരുവാണ്. അത് എനിക്ക് വലിയ തിരുത്തമില്ല. ഈ കോടാന്ന് പറഞ്ഞാൽ ഒരു തരം മറ്റേ മിസ്റ്റ് ഫോഗ് അങ്ങനെയുള്ള സാധനം വല്ലതും ആയിരിക്കും. കണ്ടോ താഴ്ന്ന് ഇങ്ങനെ പൊങ്ങിയെല്ലാം രസം തോന്നും. ഇനി പോലീസ് ഉണ്ട്. ഗവി ഇനി കിടക്കുന്നേ ഉള്ളൂ. 50 കിലോമീറ്റർ ആയോ എന്തോ. ഇറക്കി ഇതുപോലെ നിർത്തും. വേറെ കുറേ ആൾക്കാർ ഓവർടേക്ക് ചെയ്യും. അവർ നിർത്തും, ഞങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്യും. ഇതാണ് പണി. അതേപോലെ ഇത് ഫോർഡ് ഫിഗോ ആണ്. ഫിഗോ അല്ല, ഫോർഡ് ഫിഗോ ടൈറ്റാനിയം മോഡലാണ്. പണ്ടത്തെയൊക്കെ ശബ്ദം കണ്ടോ ഡീസലിൻ്റെ. നമ്മളിപ്പോൾ വന്ന സ്ഥലം ഇറങ്ങി നിർത്തില്ല. മാപ്പ് ഇപ്പം ജസ്റ്റ് നെറ്റ് കണക്ഷൻ വന്നു. ഞാൻ നോക്കട്ടെ അവിടെയാണ്. ഇതിപ്പോൾ നല്ല കോറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല സ്ഥലങ്ങൾ നല്ലൊരു കോറുണ്ടും. ചെറിയൊരു സൂര്യപ്രകാശം കൊണ്ടുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. കട്ടിങ് കോളായി പോയി. സമയം 10 മണിയായി. അത് നോക്കിയില്ല, 10:45 സമയം. നല്ല കട്ടിക്ക് കോട. ചെറുതായിട്ടൊന്ന് പേടിച്ചു. ലാന വരുന്നോന്ന് പേടിച്ചു. അതെ, അമ്മാതിരി പേടിച്ചു. കറക്റ്റ് വളഞ്ഞു. അതാണ് പിന്നെ പോകുമ്പോൾ എല്ലാവരും കെയർഫുൾ ചെയ്യുക. ഇങ്ങോട്ട് വണ്ടി മാത്രമേ ഉള്ളൂ. എങ്ങനെ പാസഞ്ചേഴ്സ്, അതായത് നമ്മൾ വെളിയിൽ നിന്ന് വരുന്ന പ്രൈവറ്റ് വണ്ടി അങ്ങോട്ട് മാത്രമേ കറക്റ്റ് വരത്തുള്ളൂ. പക്ഷേ തിരിച്ചു വരുമ്പോഴത്തേക്ക് നല്ല വിഷയം കേട്ടോ. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭയങ്കര ഇത് എങ്ങനെ പറഞ്ഞറിയിക്കണോ എനിക്ക് അറിഞ്ഞൂടാ. അമ്മ അതൊരു കോറ കണ്ടോ. ഒരു പാറ ഉരുണ്ടോന്ന് അങ്ങേരിക്കും പറഞ്ഞേ. ഇല്ല മറ്റേ മൂന്നാമത്തെ സ്ഥലം ഇല്ലയോ, ഇരവികുളം നാഷണൽ പാർക്ക്. അവിടെ പോയോലുണ്ട്. പണ്ടാണ്ട് പോയതാണ്, ഇപ്പോഴൊന്നും പോയിട്ടില്ലേ. കൂടു സ്ഥലം. ആ ശബ്ദം കേട്ടോ, ഒരു വണ്ടി വരുന്നുണ്ടോ. അത് ഇവരുടെ ഞാൻ പറഞ്ഞ പോലെ പ്രൈവറ്റ് വണ്ടി മാത്രമേ അങ്ങോട്ട് വരുള്ളൂ. ബാക്കി എന്തെങ്കിലും ഫോറസ്റ്റ് സർവീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ റൂട്ടിൽ വരും. ബസ്സുണ്ട്, ഈ നാട്ടുകാർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റും. അതുകൊണ്ട് അനത്തിച്ച് കത്തിച്ചൊന്നും വണ്ടി ഓടിക്കല്ലേ. പിന്നെ നല്ല വളവാണ്, ഡയറക്റ്റ് കൊക്കയായിരിക്കും. അതുകൊണ്ട് ഓർത്തോണം. സോ കൊക്കെന്ന് പറഞ്ഞാൽ മറ്റേ നല്ല കയറ്റം കയറി വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഇറക്കമുണ്ട്. സോ പോകുന്നവർ സുരക്ഷിതമായി നല്ല രീതിയിൽ ബമ്പ് വലിയ മുൻകൂട്ടിയൊക്കെ ചെറിയ തീരുമാനമൊക്കെ എന്ത് പോവാം. പിന്നെ കല്ല് ഉരുണ്ട് വരുന്ന സ്ഥലമാണ്. കല്ല് ഇറക്കുന്നുണ്ടോ. സോ അതുകൊണ്ടൊക്കെ അതൊക്കെ നോക്കി പോകണം. പിന്നെ വന്ന സ്ഥിതിക്ക് ഒരു സ്ഥലം കണ്ടേ, അതായത് ലാനയൊക്കെ ഇരുന്ന് നിരങ്ങിയ പോലത്തെ ഒരു ഭാഗം. അല്ല കണ്ടങ്ങനെ തോന്നുന്നേ. കണ്ട ഈ ലൈൻ കമ്പി വല്ലതും തട്ടാതെ ആ ഭാഗത്ത് മറ്റേ മുറിക്കുന്നതല്ലേ. ഓക്കെ ഓക്കെ, നല്ല രസം കാണാം അല്ലേ. നമ്മൾ സ്ലൈഡേഴ്സ് അല്ലേ, സ്ലൈഡർ പോലെ ഇരിക്കുന്നു. ആനകൾക്ക് നിരങ്ങാൻ വേണ്ടി മാത്രം സ്ലൈഡർ പോലെ. ചുമ്മാ അറിഞ്ഞാന്ന് സംഭവം ഇതാണ്. ആ മറ്റേ സബ്സ്റ്റേഷനുള്ള കറണ്ട് പോകുന്നത്, അതിൻ്റെ ആ മരം തട്ടാതിരിക്കാൻ വേണ്ടി കുറിച്ചിരുന്ന പരിപാടി. വേറെ ഒന്നുമില്ല, കണ്ടപ്പോൾ നിർത്തി കാണിച്ചു അത്രേ ഉള്ളൂ. വെച്ചോ സ്റ്റേഷനിൽ കോറ കിട്ടി ചെറുതായിട്ട് എടുത്ത്. നല്ല റോഡ് കേട്ടോ. റോഡ് ഇപ്പോൾ താഴെ ചെയ്തോളുണ്ട്, വരയൊക്കെ ഇട്ട് നല്ല സുഖമാണ്. ഓപ്പൺ ജീപ്പൊക്കെ ആണെങ്കിൽ സെറ്റ് ആവരെ. അത് നല്ല കോടയുള്ള അപ്പം അല്ലാത്തപ്പോൾ അല്ല ഓപ്പൺ ജീപ്പൊക്കെയാണ് സെറ്റ് ആയത്. ഇത് പിന്നെ ബൈക്ക് നമുക്ക് ഒരാൾ തുറന്നിട്ടല്ല കേട്ടോ. അപ്പോൾ അങ്ങനൊരു കുഴപ്പമുണ്ടോ, ഞാൻ ദേശം മറന്നുപോയി. പുതിയത്ത് വരുന്നവർക്കാണെങ്കിൽ ഇതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ അതുപോലത്തെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. അതേപോലത്തെയൊക്കെ ഇറങ്ങുമോ. ചുമ്മാ ഇറങ്ങിയായിരുന്നു, ഭയങ്കര തണുപ്പാ. അതുമല്ല ഇപ്പൊ ഇവിടെ വരുന്ന വഴിക്ക് തന്നെ ഭയങ്കര കാറ്റ്. ഈ മീൻസ് AC ഇട്ടൊരു അനുഭൂതി.
AC ഒക്കെ ഓഫ് ചെയ്തപ്പം വണ്ടി എല്ലാം വെളിയിൽ നിർത്തിക്കുക. എന്താ കരിഞ്ഞ വാറാ, ഇത് കരിയുന്ന വാറാ, ടയറിലോട്ട് വെള്ളം അടിക്കുന്നുണ്ട്. അതിൻ്റെയാണ് സംഭവം വെച്ചാൽ അവിടെ നല്ല തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പാണ്. അതായത് എന്ത് പറയണ്ടേ, അതിന് മൂന്നാളൊക്കെ വന്ന് അതിനെക്കാട്ടി തണുപ്പെന്ന് പറയാം. നല്ല തണുപ്പ്. അതായത് AC ഒക്കെ ഓഫാക്കി കഥകളെല്ലാം 4 വിൻഡോ എല്ലാം ഞാൻ തുറന്നിട്ടേക്കും. അമ്മാതിരി തണുപ്പ്. പിന്നെ ഇടയ്ക്ക് നല്ല കാറ്റ് കിട്ടി. തണുപ്പിൻ്റെ കാര്യം പറയേണ്ടത്. പിന്നെ വെള്ളത്തിൻ്റെ അതിലും അപ്പം തണുപ്പായിരിക്കും. ഉച്ച കഴിഞ്ഞാൽ നല്ല മഴ കാണുമെന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്. ഇടയ്ക്കൊന്ന് റേഞ്ച് കിട്ടിയെന്ന്. വീണ്ടും പോയി വന്ന് ഇങ്ങനെ ഇരിക്കും. പിന്നെ അങ്ങോട്ട് സിദ്ധാർത്ഥ മൊത്തം വണ്ടി വെച്ചത്. ഞാൻ മറ്റേ ചെക്ക് പോസ്റ്റ് വരെ നല്ല അടിപൊളി റോഡിലൂടെ ഒക്കെ മച്ചൻ പറപ്പിച്ച് വന്നിട്ട് പന്ന റോഡൊക്കെ നല്ല റോഡ്. റോഡിച്ച് സീനാണ്. ഇറക്കിടക്ക് ഇല്ലാതില്ല. ഇവിടെ ഇത്രയും റോഡ് ഉണ്ടായത് തന്നെ വലിയ കാര്യം അല്ലേ? അതെ, സത്യം. എങ്ങനെയുണ്ട് എത്ര വർഷം എടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി പിടിക്കില്ല. അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്, കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ കട്ടറൊക്കെ ഉണ്ടാവും. അത് ഈ ഊറ്റൊക്കെ ഇറങ്ങുമ്പം സാധനങ്ങളായി പോകുന്നതാണ്. എന്നാലും ഫാർ ബെറ്ററാണ് ഈ റോഡൊക്കെ കാണുമ്പോൾ പല സ്ഥലങ്ങളിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെയാണ്. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു അച്ചൻകോവിൽ പോകുന്ന റൂട്ടും താറിയാൻ പോകുന്നല്ലേ? അത് താറിയാൻ പോവാണ്. നമ്മളത് ഈ ബ്ലോഗിങ് തുറന്നതിന് മുമ്പ് നമ്മൾ 4 കൂട്ടുകാരായിട്ട് 3 കൂട്ടുകാരായിട്ട് 2 പ്രാവശ്യമായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ആ ഒരു ബ്ലോഗിൽ പറഞ്ഞായിരുന്നു ഇവിടെ പോയപ്പോഴാണ് അച്ചൻകോവിൽ മറ്റേ തമിഴ്നാട് ഇറങ്ങി പോകുന്ന വഴി പറഞ്ഞായിരുന്നു. സിദ്ധാർത്ഥും ഞാൻ റോഡിൽ ഇറങ്ങി വന്ന് വണ്ടി ഇച്ചിരി ജാമൊക്കെ ആയി വീണ്ടും കയറി പോയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. നേരത്തെ പറഞ്ഞിട്ട് കാണുക നല്ല രസം സംഭവം. അങ്ങനെ കുറച്ച് നേരം നിർത്തിയൊന്ന് കണ്ടിട്ട് അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇറക്കി വെച്ച് നമുക്ക് ചെറിയ ഒരു സ്ഥലത്ത് അങ്ങോട്ട് ലവറ സൂം ചെയ്തപ്പോൾ ഒരു മാനിനെ കിട്ടിയ മാനിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും. നൈസായിട്ട് S24 അൾട്രയായിട്ട് മാത്രമാണ് നമുക്ക് ആ മാനിനെ കിട്ടിയത്. ഇല്ലെങ്കിൽ അതും കിട്ടുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ല അത്യാവശ്യം ക്യാമറ എന്തെങ്കിലും സൂമിങ് കെപ്പബിലിറ്റി മാൻ വേണം. വലിയ നല്ല ചെറു ബ്ലറായിട്ട്. സോ അത് കണ്ടു നമുക്ക് മാനിനെ സ്പോട്ട് ചെയ്ത്. മാൻ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കിങ്ങനെ 2 വണ്ടി ഇട്ട് ഫ്രണ്ടിലായിട്ട്. അതേപോലെ ലവറെ ഫോറസ്റ്റ് 2 പേരെ പിടിച്ച് നിർത്തിയേക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർ ഇൻട്രഡ്യൂസ് പോലെ വല്ല കീറിട്ട് വല്ല ആൾക്കാരാണെന്ന് അറിയാൻ മേലയ്യപ്പ. അപ്പം ചെറുതായിട്ടൊരു പണി കിട്ടിയായിരുന്നു. സംഭവം വെച്ചാൽ നമ്മൾ വണ്ടി എടുത്ത് ഇട്ട് ഇറങ്ങി അരുവിലൊന്ന് കാലിൽ നിന്നപ്പോഴത്തേക്ക് ഫോറസ്റ്റുകാർ വന്നു. ഇവരിറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സംഭവം എന്ന് വെച്ചാൽ ആന ഇറക്കുന്ന ഇച്ചിരി ഇതുള്ള സാധ്യത മേഖലയാണ്. പിന്നെ അതുകൊണ്ട് ഇച്ചിരി സീനാന്ന് പറഞ്ഞു. പിന്നെ അത് പറയാൻ പറ്റില്ല. സോ അത് പറയാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ പകുതി അങ്ങ് മൂടിയത്. സോ അപ്പം ജസ്റ്റ് പറഞ്ഞു തന്നു സംഭവം ഇറങ്ങല് സീനാണ്. നമ്മളിപ്പം നല്ല കുട്ടികളായിരുന്നു, നല്ല കാര്യം ചെയ്തു. നമ്മളങ്ങനെ ട്രസ് പാസിങ്ങിലൊന്നും ഇറങ്ങാത്ത പുള്ളികളായിരുന്നു. അതെന്ന് വെച്ചാൽ ഒരു അരി കണ്ടപ്പം ഇറങ്ങിയാലേ കാലി അണിക്കാന്ന് പറഞ്ഞ് ഇറങ്ങി. കുറേ നേരം വണ്ടി ഇരുന്നില്ലെങ്കിൽ മരുത്ത് കേട്ടോ. അതുകൊണ്ടാണ് അവനാ ഓടിക്കുന്നത്, ഞാൻ ഓടിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പാട്ട് മാറ്റി ഇരിക്കാനേ പറ്റുള്ളൂ. റേഞ്ചും ഇല്ല. കുറേ ഓഫ്ലൈൻ മ്യൂസിക് ഉണ്ട്, അത് മാത്രം ഇട്ട് ഓടിക്കുക. പിന്നെ കുറേ കാണാൻ രസമൊന്നും ഇല്ലെന്നൊന്നുമല്ല. സോ അതുകൊണ്ട് ആരും ഗവി പോകുന്ന വഴിയിൽ ഇറങ്ങി അധികം നിൽക്കരുത്. കാരണം എപ്പോഴാണ് ഇങ്ങനെ ആന ഒന്നും വരാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതുകൊണ്ട് കാറിലാണെങ്കിൽ കാറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇറക്കിയല്ല വെള്ളം കുടിക്കാനേ കാറിൽ തന്നെ ഫോറസ്റ്റ് അവർ കണ്ട കേസിന്റെ സെക്ഷൻ എന്ത് പറഞ്ഞു? കേരള ഫോറസ്റ്റ് ആക്ട് സെക്ഷൻ ഏതോ സാധനം വക്കീലാത്ത ഞങ്ങൾക്ക് പഠിക്കായിരുന്നു. സോ അതുകൊണ്ട് വരുന്നവരെല്ലാം ശ്രദ്ധിക്കുക. അധികം ഒന്നും പ്രശ്നം ഉണ്ടാക്കാതെ നമുക്ക് നമ്മുടെ ജസ്റ്റ് വ്യൂ ഒക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് പോവുക. ദാറ്റ്സ് ഓൾ. കക്കി ഡാമിൻ്റെ അടുത്തത്തെ റൈ പക്ഷേ നമ്മൾ വീഡിയോ കാണിക്കേണ്ട കാരണം വെച്ചാൽ പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. അതുകൊണ്ട് എടുക്കാൻ വിചാരിച്ചു. സോ ഇത് നമ്മുടെ കക്കി ഡാം. റോഡ് കാണാൻ പറ്റാത്ത രീതിക്കുള്ള റോഡാണ്. എല്ലാവരുടെ വണ്ടി കയറി പോകുന്ന എത്ര പേർ കാണാൻ പറ്റാത്ത കണ്ടോ. ഇപ്പോഴാണ് വണ്ടി പോലും വിസിബിൾ ആയത് കണ്ടോ. അമ്മാതിരി കോടേറെ ഏതോ വാലി പോലത്തെ സ്ഥലമാണ് തോന്നിട്ടോ. അമ്മാതിരി കോറ, ഭയങ്കര കോറ.
പലാപ്പള്ളി പെട്രോളിക്ക് പൈസ അത് ഇനി എടുത്താൽ മതി. അത് ഞാൻ ഇത് എൻ്റെ പൈസ ഇരിപ്പുണ്ട്, ഗൂഗിൾ പേ സ്വന്തം ഇല്ലെന്നല്ല. നമ്മളങ്ങനെ ഇപ്പം ആനത്തോട് ഡാമിലെത്തി. അവിടെ നല്ല രീതിയിൽ കോടയുണ്ട്. റിസർവയർ ഉണ്ട്. അതെ, ഇതൊരു പ്രയോജനമൊക്കെ ഒരു എഫക്റ്റ് പോലെ. ഭയങ്കര കോട കേട്ടോ. അല്ല പഴയ ഏതോ പാട്ട് നാട്ടിലെ. നമ്മളിങ്ങനെ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് എൻട്രി ചെയ്യണം. അപ്പം ഇത്ര പാസ് കാണിച്ച് സംതിങ് ഒരു 85 രൂപയോളം പേ ചെയ്യണം. എന്നിട്ടാണ് ബാക്കി നമ്മൾ പോകുന്നത്. അതിൻ്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ സുന്ദരമില്ല. നമ്മളിപ്പോൾ പമ്പ ഡാം കഴിഞ്ഞായിരുന്നു. അതിനകത്ത് പമ്പ ഡാമായിരുന്നു. ഇനി അടുത്ത നോക്കട്ടെ. ടൈഗർ റിസർവ് ഫോറസ്റ്റ് നമ്മൾ എൻ്ററാണ് ഓൾറെഡി. അതേപോലെ അതിലൊരു ഇതേപോലെ ഫോം ഫിൽ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ മറന്നുപോയി. ഇതേപോലത്തെ ഒരു ഫോം. ഓക്കെ, നമ്മളങ്ങനെ ഗവിയിൽ കയറിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ സീറ്റ് ചേഞ്ച് ആയി. ഞാൻ ഓടി സിദ്ധാർത്ഥ നമ്മളങ്ങനെ പ്രോപ്പർ ഗവിയിൽ ഇപ്പോൾ എത്തി. അത്യാവശ്യം നല്ല കയറ്റമൊക്കെ ഉണ്ട്. ചില സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ നല്ലൊരു കോട, ഒരു മൂന്നാറൊക്കെ വന്ന എഫക്റ്റ് പോലത്തെ ഫുൾ കോടയാണ് ഇവിടെ. മറ്റേത് ഇറവട്ടായിരുന്നു, ഇത് ഫുൾ കോടയാണ്. നല്ല വൈബ് സ്ഥലം, നല്ല തണുപ്പുണ്ട്. റോഡ് ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് നല്ല മോശമായിരുന്നു കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. എനിക്കൊരു ഊച്ചൊക്കെ റൗണ്ട് ആയിരിക്കാൻ വേണ്ടി ഇപ്പം എന്താ ചെറിയ പന്ന റോഡ് പോലെയാണ്. പിന്നെ സെക്കൻഡിൽ തേർഡിലായിട്ട് മാത്രമേ ഇങ്ങനെ എഴയാനേ പറ്റും. അരിച്ചൊന്നും വിട്ടൊന്നും പറ്റില്ല. പക്ഷേ അങ്ങനെ എഴുതി പോകുന്നതാണ് കുറച്ചുകൂടെ നല്ല ഇത് കാണാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടും ഫോണിൻ്റെ ഒരു മികവ് കാരണമാണ്. അല്ലെങ്കിൽ നമുക്ക് നേരം അത് ക്യാച്ച് ചെയ്യാനും പറ്റില്ല. സോ അങ്ങനെയാണ് കുറച്ച് വിശ്വസിക്കാൻ എന്തോ. സംഭവം എന്ന് വെച്ചാൽ ഈ കമ്പ് ഇതിൻ്റെ അടിയിൽ കയറി ചൂടായി. സൈലൻസർ ഇറക്കെന്തോ കയറി ഞാൻ തോന്നുന്നത്. ആ ഭാഗത്തുണ്ടോ വിളിച്ചു നോക്കി. ഇത് ഇതിൻ്റെ അടിയിൽ കയറി ഉടക്കിയിരുന്നോ ഈ ഭയങ്കര ഒരയുമായിരുന്നു. അപ്പോൾ എന്തോ പറയുന്നില്ല, ഇറക്കിടെ കേൾക്കുകയും ചെന്നാൽ ഇറക്കില്ലാന്താണ്. ഈ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുമ്പോഴത്തേക്ക് അടിച്ചേർന്ന് ഒരയുന്നേ. ഞങ്ങൾ വെച്ചാൽ ഇതിൻ്റെ പാർട്സ് വല്ല കഴിഞ്ഞാൽ ഇളയല്ലോ ഒരയുവാന്ന് ഒത്തിരി പേടി. പിന്നെ വണ്ടി ഇറക്കി സർവീസിങ്ങിന് പോയതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ അതിപ്പോൾ റെക്ടിഫൈ ചെയ്ത് എന്നാലും ഒന്ന് കത്തി. കാരണം ഇവിടെ പണിയാനായിട്ട് ഒരു പരിപാടി നടക്കത്തില്ല. ഇതിന് പറ്റിയാലും അതുകൊണ്ട് വരുന്നവരൊക്കെ അത്യാവശ്യം സർവീസൊക്കെ ചെയ്ത് ടയറിലൊക്കെ ഇതൊക്കെ ഉണ്ടോയെന്ന് നോക്കി അങ്ങനെയൊക്കെ വരാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വന്നാലും സീനാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ ഗവി കഴിഞ്ഞ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഇറങ്ങിയില്ലേ? ഇറങ്ങിയില്ല. അപ്പോൾ നമ്മൾ പത്തനംതിട്ട ജില്ല കഴിഞ്ഞു. നമ്മൾ പത്തനംതിട്ട ജില്ല കഴിഞ്ഞപ്പം ഇടുക്കി ജില്ലയിലോട്ട് കയറുന്നുണ്ട്. സൈഡ് പോലെ സിദ്ധത്തോട് ഗ്രാമപഞ്ചായത്ത് ഓൾറെഡി കഴിഞ്ഞു. സിദ്ധത്തോട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഗവി എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിക്ക് ബമ്പുണ്ട് കേട്ടോ, സ്പീഡ് എടുക്കാതിരിക്കാൻ. കറവൊക്കെയാണ്. ചില സമയത്തൊക്കെ ഇങ്ങോട്ട് വണ്ടി വരുന്ന കണ്ടു. 2-3 ഉള്ളൂ ബസ്സൊക്കെയാണ് ചില സമയത്ത് വരുന്നത്. ടൂറിസ്റ്റ് ബസ്സൊക്കെ അതൊക്കെ ചിലപ്പം ഹോട്ടലിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും. KTDC ഹോട്ടലിനോ അല്ലാതെ ഫോറസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസോ ഹോട്ടലോ അങ്ങനെ എന്തൊക്കെയല്ലേ ബുക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് വല്ലതും വളരെ തിരിച്ച് വരാൻ പറ്റും. ഞാൻ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. സോ ഞാനൊരു ഗവി കഴിഞ്ഞു. ഗവി കുറച്ച് സെറ്റിൽമെൻറ്റ്സും അതും ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഓരോരു സിനിമയ്ക്കകത്ത് ആ സെറ്റൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടെന്ന്. പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത് അത് മുതൽ സെറ്റിട്ടായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചാൽ വന്നത്. സോ അങ്ങനെയാണ്. രസമുണ്ട് കാണാത്തത്. തേക്കല്ലേ ഇപ്പോൾ മാഞ്ചി
തേക്കല്ല കേട്ടോ, അല്ലേ? മാഞ്ചിയാണോ? ഞാൻ എപ്പോഴാണ് വാങ്ങിച്ചത്? ഇപ്പോഴാണ് വെയിൽ കണ്ടത്, ഇപ്പോഴാണ് കറങ്ങാൻ തുടങ്ങിയത്. ഇത്രയും നേരം വെയിലില്ലായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ കുറേ നേരത്തെ ഈ വണ്ടിയുടെ ബാക്കിൽ ഇരുന്ന് ചെയ്യുവാണ്. വലിയ വണ്ടിയാണ്. ഇതെല്ലാം ഫോറസ്റ്റിന്റെ പരിധി വരുന്ന സാധനമല്ലേ. അതാ പുള്ളി ഈ ഇത്രയും വലിയ സാധനം കൊണ്ട് എടുത്തോണ്ട് പോകണ്ട. ഒന്നാമത് അരിവൊന്നും കാണാൻ പോലും പറ്റില്ല, നമ്മളായിട്ട് പേടിയാ. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബസ് വന്നായിരുന്നു കേട്ടോ. ഗവി പത്തനംതിട്ട ബസ് ഇപ്പോൾ ഓപ്പോസിറ്റ് വന്നായിരുന്നു. പിന്നെ ആ ഒരു സാഹചര്യമായി നമ്മൾ റെക്കോർഡ് കഴിഞ്ഞാണ്. എല്ലാം പിടിച്ച് റെക്കോർഡ് ബോറാവത്തില്ല, അതുകൊണ്ട്. അപ്പം ഇച്ചിരി നല്ല അരിവ് ചേർന്നായിരുന്നു ആ വണ്ടി തിരിച്ചത്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞത് ഹമ്പൊക്കെ നമുക്കങ്ങനെ ഇച്ചിരത്തേക്ക് വെയിൽ കിട്ടി. നല്ല വെയിൽ അത്യാവശ്യമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഒരു ആൻറ്റി പോച്ചിങ് ഓഫീസ് ഉണ്ടായിരുന്നു. ആ സംഭവം നടത്തേക്ക് ആൾക്കാരൊക്കെ അനധികൃതമായി കാട്ടിലേക്ക് ഇട്ടിട്ട് മൃഗങ്ങളുടെയൊക്കെ തൊലിയൊക്കെ ഉരിഞ്ഞെടുക്കുമല്ലോ, അതിൻ്റെ എല്ലാം ബോൺസും അതുമല്ലേ കൊമ്പും അതൊക്കെ ഉരിയെടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് അതിന് വേണ്ടി ഉള്ളൊരു ടീമാണ് സംഭവം. അതൊക്കെ കണ്ടു. ഇപ്പം 4ാമത്തെ ഞാൻ കണ്ടത് നല്ലതുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ അങ്ങനെ യൂട്യൂബിൽ പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ തന്നെ അറിയുന്നത്. ഭയങ്കര മഴക്കോളാണ്. എന്തായാലും ഉച്ച നല്ല മഴയായിരിക്കുമല്ലോ. ഇപ്പോൾ സമയം അറൗണ്ട് ഒരു 1:45-2 മണി ചാവുന്നുണ്ട്. നമ്മളിപ്പോഴും ഈ വണ്ടിയുടെ ബാക്ക് ഇറക്കുന്നേ ഉള്ളൂ. ഒരു അരമണിക്കൂറോളം ആവുന്നു. ഇറക്കി ബമ്പും സ്ഥലമൊന്നുമില്ല ഓവർടേക്ക്. അതുകൊണ്ട് പിന്നെ ജസ്റ്റ് പോകാൻ വിചാരിച്ചു. ഓട പോലെ മഴമേഘം നിൽക്കുന്നുണ്ടോ? അത് ഞാൻ ആ ഒരു നല്ല ഫോട്ടോ എടുക്കണല്ലോ. ഇത് കൊള്ളായിരുന്നു. റിസർവ് ഫോറസ്റ്റ് കഴിഞ്ഞില്ലയോ? അപ്പോൾ നമ്മൾ പെരിയാർ റിസർവ് ഫോറസ്റ്റ് കഴിഞ്ഞിപ്പോൾ അങ്ങോട്ട് വരികയാണ്. ഇതൊക്കെ തേയിലത്തോട്ടുണ്ട് കേട്ടോ. എനിക്ക് ജീപ്പ് സഫാരി സംതിങ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ജീപ്പ് കിടക്കുന്നു അതായിരിക്കുമല്ലോ, മൈബി അറിയത്തില്ല. ഇതുണ്ടെന്ന് വണ്ടിപ്പെരിയ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ ജീപ്പ് സഫാരി സംതിങ് എന്തോ ഉണ്ട്. അതാണ് ടൂറിസ്റ്റ് സ്റ്റേഷനൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇനി കാണാനുള്ള മോഹമെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്ഥലം കണ്ടുപിടിക്കണം. ഇനി നോക്കാം. ഇനി എന്തെങ്കിലും നമുക്ക് അവിടെ കണ്ടിട്ട് ഡൽസ് എത്തിയല്ലേ 200-300 കിലോമീറ്റർ. 200 കിലോമീറ്റർ ഇപ്പോൾ വന്നത് ഒരു 200 കിലോമീറ്റർ ഓടി വന്നു. ഇനി എന്തായാലും ആ വഴി പോകാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് ഇനി ഏത് വഴിയാണ് പോകുന്നേക്കാം? നമുക്കിനി വണ്ടിപ്പെരിയാർ കുമളി കണ്ടിട്ട് വരാൻ വിചാരിക്കുന്നത്. കുമളി കണ്ടിട്ട് തമിഴ്നാട് ബോർഡർ കയറിയിട്ട് ഇനി കേരളത്തിൽ ടച്ച് ചെയ്ത് ഇനി വരിക ഉദ്ദേശിക്കുന്നത്. നമ്മളപ്പോൾ ഇങ്ങനെ കുമളിയിലോട്ട് പോകാമെന്ന് പറഞ്ഞങ്ങനെ. അപ്പോൾ സ്ഥലത്ത് ഏതാ വണ്ടിപ്പെരിയാർ ഇപ്പോൾ എത്തി. അപ്പോൾ കുമളി ജസ്റ്റ് വാട്ടർഫാൾസ് വന്നിട്ട് പോകാൻ വിചാരിച്ചു. ഇവർ നമ്മൾ റൈറ്റ് കുമളി ഞങ്ങളങ്ങനെ കുമളിയിൽ എത്തി. കുമളിയിലോട്ട് എല്ലാം സ്പൈസ് റെസ്റ്റോറൻറ്റ്സ് ഇല്ല. സ്പൈസിൻ്റെ അതേപോലെ ചിപ്സിൻ്റെ ഒക്കെ കുറേ ഔട്ട്ലെറ്റൊക്കെ കാണുന്നത്. അത് കുറേ ഓടിയാണ് നമ്മൾ വാട്ടർഫാൾസിൽ പോകുന്ന റൂട്ടിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയത്. അങ്ങനെ ഒരു ചിക്കൻ ബിരിയാണി ചോറ് കൊടുത്തു. ഇനി അത് കഴിക്കാനായിട്ട് വരിക. നെറ്റ് കിട്ടിയ രീതിക്ക് കുറേ മെസ്സേജുകളെ ഇമ്പോർട്ടൻറ്റ് വെരി ബിസി പേഴ്സൺ. അങ്ങനെ സാധനം വന്നു. എനിക്ക് ഈ കഴിക്കട്ടെ. സൂചിച്ച് വരുക. അപ്പോൾ അതിൻ്റെ പാട്ട് എന്ത് ചെയ്യാൻ വേണ്ടി ഓരോ നമ്മളങ്ങനെ എങ്ങോട്ടായിരുന്നു പോയിരുന്നത്? കുമളി. അപ്പോൾ നമ്മൾ കുമളി വാട്ടർഫാൾസിൽ പോയിരുന്നായിരുന്നു. പക്ഷേ അവിടെ ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ലൊക്കേഷനൊക്കെ മനസ്സിലായി. സോ നമ്മൾ പ്ലാൻ ഡൈവേർട്ട് ചെയ്ത് ഇനി വീട്ടിലോട്ട് പോകാൻ നോക്കാം. ഇനി എന്തെങ്കിലും സീൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലാത്ത പക്ഷേ ഇനി വീട്ടിൽ ചെന്നിട്ട് വളരെ ഒരു ജസ്റ്റ് ഒരു ഇതേ കാണത്തുള്ളൂ. നോക്കാം. പക്ഷെ എന്തെങ്കിലും കാണുമോ? സോ അങ്ങനെയാണ്. ഇതൊന്നും വരേണ്ട ആവശ്യമില്ല. തിരിച്ചങ്ങോട്ടങ്ങ് പോയാൽ മതിയായിരുന്നു. പോകാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് വന്നത്. അപ്പം അവരങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അവർക്ക് കടയില്ലായിരുന്നു. ഒരാഴ്ച കട കണ്ടുള്ളൂ. തമിഴ്നാട്ടിൽ ഇറങ്ങി കമ്പനിയൊക്കെ പോകായിരുന്നു. പക്ഷെ ഇറങ്ങൊന്നും കാണാനില്ല കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം പോയതാണ്. ആകെയുള്ള മുന്തിരിപ്പാറ എന്ന് പറഞ്ഞ് ജസ്റ്റ് ചുമ്മാ ഇതൊരു പ്രൈവറ്റ് മുന്തിരിപ്പാറ ഒന്നും ഇല്ല. ചെറിയൊരു കൃഷി പോലെ ആൾക്കാർ കാണാൻ പറ്റും. അതിലൊന്ന് തരുന്നത് വന്നിരിക്കും. മുന്തിരിയൊക്കെ തരും. പക്ഷെ അത് വേറെ ഫാമിലൊക്കെ മരുന്നൊക്കെ അടിച്ചുണ്ടാക്കുന്നതായിരിക്കും. ബിസിനസ്മാൻ. സോ അങ്ങനെയാണ്. ഓക്കെ
ചെയ്ത് കൊട്ടാരത്തിലേക്ക് ഒന്ന് പോകാൻ വിചാരിച്ചു. അങ്ങനെ റൂട്ട് ചെയ്ത് അങ്ങോട്ട് പോവാണ്. വഴി കണ്ടിട്ട് വലിയ ആൾക്കാരൊന്നും പോകാത്തിലൊക്കെ തോന്നുന്നു. ഇതേമേല ഇറക്കിയിട്ട് ബാക്കി നോക്കട്ടെ. ചോറായി പോയി. ഞങ്ങളങ്ങനെ അമ്മച്ചി കൊട്ടാരം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. വേറെ യൂട്യൂബിൽ എന്താണ്ടൊക്കെ ചില വീഡിയോസൊക്കെ കണ്ട പോലൊക്കെ തോന്നുന്നു, പക്ഷെ അത്ര ഓർക്കുന്നില്ല. ഇതാണ് തുളസിത്തറ. വീട് കേട്ടോ. ഓ മറ്റേ വരില്ല, മറ്റേ ആ വഴി വരുന്നു. ആരോ മറ്റേ ഇതിന് എന്തോ ഹോളിഡേക്ക് എന്തോ പഞ്ഞിയല്ലേ സംഭവം. അമ്മച്ചി വീട് എന്നുള്ള പേര് വരാൻ ഈ തിരുവിതാംകൂർ ചരിത്രത്തിൽ അമ്മച്ചിമാരെന്ന് പറയുന്നത് രാജാക്കന്മാരുടെ ഭാര്യമാർ. അവർക്ക് വലിയ വിലയില്ല ആക്ച്വലി കൊട്ടാരത്തിൽ. അതുകൊണ്ട് അമ്മച്ചിമാരെന്നുള്ള പേര് കൊടുത്തത്. കാരണം അവിടുത്തെ മഹാരാജാവ് മഹാറാണി എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് വിചാരിക്കും മഹാറാണി എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഭാര്യയാണ്. പക്ഷേ തിരുവിതാംകൂർ ചരിത്രത്തിൽ മഹാറാണി എന്ന് വെച്ചാൽ രാജാവിൻ്റെ അമ്മയ്ക്കാണ് ആ സ്ഥാനം. ഓ, രാജാവിൻ്റെ അമ്മയാണ് മഹാറാണി. അമ്മ മരിച്ചാൽ ഭാര്യയ്ക്ക് ആ ഒരു വില കൊടുക്കത്തില്ല. മരിച്ചാലും അമ്മയുടെ അനിയത്തിക്കോ എല്ലാം പോകും. അങ്ങനെ ഭാര്യമാർക്ക് ഒരു വിലയില്ല. അപ്പൊ ഭാര്യമാർക്ക് മറ്റേ ഈ ബ്രിട്ടീഷ് സമ്പ്രദായത്തിലുള്ള ക്യൂൻ കിങ് അങ്ങനല്ല. ഓ, നമുക്ക് ഭാര്യമാർക്ക് ഇവിടെ വിലയില്ല. ഇത് എൻട്രൻസ് ഇവിടെ നിന്നാണ് കയറുന്നവര്. അതിൽ സ്റ്റെപ്പ് വെച്ചേക്കുന്നത്. ഇവിടെ നിന്നായിരിക്കും സ്റ്റെപ്പ് കയറുന്നത്. അതുകൊണ്ടായിരിക്കും തുളസിത്തറ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോ അപ്പൊ അമ്മച്ചമാര് ഈ വഴി അങ്ങ് വണ്ടി ചെല്ലുവേ. അപ്പോ അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ രാജാവിന്റെ ഭാര്യയാണ്. അപ്പൊ രാജാവിന്റെ ഭാര്യയ്ക്ക് രാജാവിന്റെ കൊട്ടാരത്തിന് വലിയ വിലയില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പല പല സ്ഥലങ്ങളായിട്ട് വേറെ വേറെ വീടുകളൊക്കെ പണി കൊടുക്കാറുണ്ട്. അപ്പൊ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞ് എയർപോർട്ടിൽ പോകുന്ന റൂട്ടിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറെ അമ്മച്ചി വീടുകളുണ്ട്. അതായത് ഈ ഭാര്യ ഇപ്പം രാജാവിന് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് 5 ഭാര്യമാർ വരെ ആകാമെന്നാണ് നിയമം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഓരോ ഭാര്യമാർക്കും ഓരോരോ വീട് വെച്ച് പണി കൊടുക്കും. അതാണ് അമ്മച്ചി വീട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ അന്നത്തെ രാജാവിന്റെ ഭാര്യയ്ക്ക് പറയുന്ന പോലെ വേനൽക്കാലത്ത് ഒരു തണുപ്പുള്ള സ്ഥലത്ത് വീട് വേണമെന്നുള്ള ഒരു ഇച്ഛ വന്നു. അപ്പൊ അതുകൊണ്ട് ഇവര് പീരുമേടിൽ ഒരു കൊട്ടാരം പണി. അപ്പം രാജാവിന്റെ ഭാര്യയ്ക്കുള്ള വീടായതുകൊണ്ട് തന്നെ അതിനെ അമ്മച്ചി വീട് എന്ന് പറയുന്നത്. അമ്മച്ചി കൊട്ടാരം എന്നുള്ള നിലയ്ക്ക് ആ പേര് വന്നു. അതാണ്